ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. മക്കളി റിമ മിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ 5ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഏതായിരുന്നു? ഫുഡ് ആൻഡ് ഹ്യൂമൻ ആയിരുന്നു അല്ലെ? ഭക്ഷണവും മനുഷ്യരുമായിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ മക്കളെ? ഫ്രൂട്ട് പ്രൊഡക്ഷൻ, ഭക്ഷ്യോൽപാദനം. ആദിമ മനുഷ്യർ എങ്ങനെയാണ് ഭക്ഷ്യോൽപാദനം നടത്തിയിരുന്നത്, എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തിയിരുന്നത് നമുക്ക് നോക്കിയാലോ? നോക്കിക്കോ. Over a period of time, humans started domesticating. Human എന്താ സ്റ്റാർട്ട് ചെയ്തു? ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്ത് മക്കളെ? എനിമൽസ്, പ്ലാന്റ്സ് ഫോർ ദെയർ ഡെയിലി ഫുഡ്. കാലക്രമേണ മനുഷ്യരെന്താ ഭക്ഷണ ആവശ്യത്തിനായിട്ട് എന്താ മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെയൊക്കെ പരിപാലിക്കാനൊക്കെ തുടങ്ങി. ഓക്കെ, ദെൻ നോക്കിക്കോ, അവര് ആദ്യമായിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് ആദ്യമായിട്ട് ഇണക്കി വളർത്തിയത് എന്തിനെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇണക്കി വളർത്തിയത് എന്താ? നായ്ക്കുട്ടികളെയാണ്, ഡോഗ്സിനെയാണ്. പക്ഷെ അതെന്താ? നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരുന്നു ഡോഗ്സ് ഒക്കെ. പക്ഷെ അവര് ഭക്ഷണ ആവശ്യത്തിനുമായി ആദ്യമായിട്ട് അവർ ഇനീഷ്യലി ദേ ഡൊമസ്റ്റിക്കേറ്റ് ഷീപ്പ് ആൻഡ് ഗോട്ട് ഫോർ ഫുഡ്. എന്താ മക്കളെ? ആദ്യം എന്തിനാ വളർത്തിയത്? ആടിനെയും ചെമ്മരിയാടിനെയായിരുന്നു വളർത്തിയിരുന്നത്. ആടിലൂടെ നമുക്ക് പാലൊക്കെ കിട്ടിയില്ലേ? ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം വളർത്തിയിരുന്നത് എന്തിനെയാണ്? ഷീപ്പ് ആൻഡ് ഗോട്ട് ഫോർ ഫുഡ്. ഭക്ഷണ ആവശ്യത്തിനായിരുന്നു ആടിനെയും ചെമ്മരിയാടിനെയായിരുന്നു എന്താ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് നോക്കിക്കോ. പിന്നീട് അവരെന്താ അഗ്രികൾച്ചറിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴെന്നറിയോ? ഇവര് ബാക്കി വരുന്ന ഭക്ഷണമൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്ന സമയത്ത് ആദ്യം നോക്കി എന്താ പുതിയ പ്ലാന്റ്സ് ഇങ്ങനെ, പുതിയ ചെടികൾ ഇങ്ങനെ മുളച്ചു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അവർക്ക് മനസ്സിലായി എന്താ അവിടെ കൃഷി ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ, നോക്കിക്കോ. സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് അഗ്രികൾച്ചർ വെൻ ദേ നോട്ടീസ്ഡ് സീഡ്ലിങ്സ് സ്പ്രൗണ്ടിങ് ഫ്രം ഡിസ്കാർഡഡ് ഫുഡ് ഐറ്റംസ്. വലിച്ചെറിഞ്ഞ ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ നിന്നാണ് പുതിയ പുതിയ തൈകൾ മുളച്ചു വരുന്നത്. അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണെന്ന് ആദിമ മനുഷ്യർ കൃഷിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അവർ ഈ ഭക്ഷണം കഴിച്ച് വേസ്റ്റ് ഒക്കെ പിടിച്ച് വലിച്ചെറിയൂലേ? ആ സമയത്ത് പുതിയ പുതിയ തൈകൾ ഇങ്ങനെ വളർച്ചു വരാൻ തുടങ്ങി. അപ്പൊ അവര് ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്ക് കൃഷി ചെയ്തോടാ എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവര് കൃഷിയിലേക്ക് എത്തുന്നത്. then അടുത്തത് നോക്കിക്കോ. ഹ്യൂമൻസ് ലേൺ ദാറ്റ് സീഡ്സ് ജെർമിനേറ്റ് ദ മോയ്സ്റ്റ് ആൻഡ് വാം സോയിൽ. അങ്ങനെ ഇവര് മനസ്സിലാക്കിട്ടോ. അതായത് ഇവർ ആദ്യം എന്താണ്, ചുമ്മാ അങ്ങനെ വെയിലത്തൊക്കെ വെച്ച് നോക്കി, വെറും നനവിൽ വെച്ച് നോക്കി വിത്ത് മുളയ്ക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് അവർ മനസ്സിലാക്കി, പിന്നീട് അവർ പഠിച്ചു, അവർ ലേൺ ചെയ്തു. എന്ത് മക്കളെ? മോയ്സ്റ്റ് ആൻഡ് വാം സോയിൽ. വിത്ത് മുളയ്ക്കാൻ എന്ത് വേണം? ഈർപ്പവും നനവും വേണം. നനവും വേണം, ദെൻ ചൂടും വേണം. ചൂടും ഈർപ്പവും അല്ലെങ്കിൽ നനവും ചൂടും ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് വിത്ത് മുളയ്ക്കുന്നത്. എന്താ അവർ ലേൺ ചെയ്തു, അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ നോക്കിക്കോ. എഡിബിൾ പ്ലാന്റ്സ്, ഭക്ഷ്യോൽപ്പന്നമായിട്ടുള്ള ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ചെടികളും, റൂട്ട്സ്, വേരുകള്, ദെൻ സാപ്ലിങ്സ്, ചെടികളും വേരുകളും വൃക്ഷത്തൈകളൊക്കെ ആയിരുന്നു അവരെന്താണ് ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ചെടികളും വേരുകളും വൃക്ഷത്തൈകളും കേട്ടോ. പ്ലാന്റ്സ്, റൂട്ട്സ് ആൻഡ് സാപ്ലിങ്സ്, ഇതായിരുന്നു അവർ ആദ്യമായിട്ട് എന്താ കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഐറ്റംസ് എന്ന് പറയുന്നത്. ഇത് നോക്കിക്കോ. പിന്നീട് അവരെന്താ വീറ്റ് കൃഷി ചെയ്തു, ഗോതമ്പ് കൃഷി ചെയ്തു, ദെൻ ബാർലി കൃഷി ചെയ്തു, ലിറ്റിൽ മില്ലറ്റ്സ്. അതായത് ലിറ്റിൽ മില്ലറ്റ്സ് എന്താ മക്കളെ? എന്താ ഈ ചാമ എന്ന് പറയുന്നത് ഒരു അരി വിഭാഗത്തിൽ, നെല്ല് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ചാമ. അവരെന്തൊക്കെയൊക്കെ ചെയ്തത്? വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്സ് ആൻഡ് ട്യൂബേഴ്സ്, കിഴങ്ങു വർഗ്ഗങ്ങൾ, ഇതൊക്കെ എന്താണ് അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്താ അഗ്രികൾച്ചർ കണ്ടുപിടിച്ചോടുകൂടി എന്താ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ദെൻ നോക്കിക്കോ മക്കളെ. അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്സ് വേർ ദ എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ വേർ അവൈലബിൾ. അവർ മനസ്സിലാക്കി അഗ്രികൾച്ചർ വേണമെങ്കിൽ അഗ്രികൾച്ചറിൽ എന്താണ് കൃഷിക്ക് ആവശ്യമായ ജലവും വളവും ഫെർട്ടിലിറ്റി ഉള്ള മണ്ണൊക്കെ എവിടെയാ കിട്ടുക? റിവർ ബാങ്ക് നദീതീരത്തിന്റെ സൈഡിലായിട്ടല്ലേ നമുക്ക് നല്ല ഫെർട്ടിലിറ്റി ഉള്ള മണ്ണ് കിട്ടുള്ള. അതുകൊണ്ട് എന്താണ് അവർ ചെയ്തത്? ഏറ്റവും കൂടുതൽ വെള്ളവും നല്ല വളവും കിട്ടുന്ന മണ്ണായിട്ടുള്ള നദീതടങ്ങളിലൊക്കെ ആയിരുന്നു അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ? അതേ സെറ്റിൽ നിയർ ദ ഫാംസ്. അവരെന്താണ് ആ ഫാമിന്റെ, അതായത് അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ അടുത്തായിട്ട് അവര് താമസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആദിമ മനുഷ്യർ ആദ്യമായിട്ട് ഭക്ഷ്യോൽപാദനം, ഫുഡ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചത്. അങ്ങനെയായിരുന്നു ഇവരുടെ ആദിമ മനുഷ്യർ ഭക്ഷ്യോൽപാദനം. എങ്ങനെയാണ് ഉൽപാദനം ചെയ്യുക, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാനുള്ളത് പഠിച്ചതെന്താ ഇതുപോലെയാണ് കേട്ടോ. ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ, സീ യു.